കായംകുളം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിലും യാത്രക്കാർക്ക് മഴയും വെയിലും കൊള്ളാതെ ബസ് കാത്തിരിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്താത്തതിലും പ്രതിഷേധിച്ച് ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ. സോമൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റേഷന്റെ കെട്ടിട നിർമ്മാണം ആരംഭിക്കാത്തതിലും യാത്രക്കാർക്ക് മഴയും വെയിലും കൊള്ളാതെ ബസ് കാത്തിരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താത്തതിലും പ്രതിഷേധിച്ച് ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. 10 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച് അല്ലെങ്കിൽ എം.എൽ.എ. അനുവദിച്ചെന്നുള്ള വീൺപുളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം ഇവിടെ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഇതിന് പരിഹാരമായിട്ട് ഇവിടുത്തെ യാത്രക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്യുന്ന സമയത്തും ഈ തീ പൊള്ളുന്ന വെയിലത്തും ഇവിടെ നിൽക്കാനുള്ള സാഹചര്യമല്ല, ഇരിക്കാനുള്ള ഒരു അടിയന്തര സഹായവും ഇവിടുത്തെ എം.എൽ.എ. സാധിച്ചു കൊടുത്തിട്ടില്ല. അടിയന്തരമായിട്ട് ഈ പരിഹാരം ഇവിടെ കാണുന്നില്ലെങ്കിൽ കായംകുളം നിയോജകമണ്ഡലത്തിൽ യുവപ്രതിനിധി എം.എൽ.എ. കാലുകുത്താൻ ബി.ജെ.പിക്കാർ അനുവദിക്കത്തില്ലെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പുതിയത് പണിഞ്ഞിട്ട് പോലും പഴയ കെട്ടിടത്തിൽ ഇരുത്തിക്കൊണ്ട് ആ കെട്ടിടം മറിഞ്ഞു വീഴുന്ന സമയത്ത് ബിന്ദു എന്ന യുവതി മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ കൊല്ലത്ത് കരുനാഗപ്പള്ളി തന്നെ മിഥുൻ എന്ന് പറഞ്ഞ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മരണപ്പെടുകയുണ്ടായി. ഈ അനാസ്ഥ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണമായിട്ട് സ്തംഭിച്ചിരിക്കുന്ന കേരളത്തിൽ കായംകുളത്ത് ഒരു അവസരം ഉണ്ടാക്കാൻ ബി.ജെ.പി. അനുവദിക്കത്തില്ല. ഉദാഹരണമായിട്ട് ഗേൾസ് ഹൈസ്കൂളിലെ കെട്ടിടം മറിഞ്ഞു വീഴാറായിട്ട് എന്താണെന്ന് പോലും എം.എൽ.എ. തിരക്കുന്നില്ല. കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വിഷയങ്ങൾ, ഹോസ്പിറ്റലിൽ ബാത്റൂം സൗകര്യങ്ങളില്ല, ICU കെട്ടിടം പ്രവർത്തിക്കുന്നില്ല. ഇതിനെതിരെ എല്ലാം എം.എൽ.എ. തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ബി.ജെ.പി. എം.എൽ.എയുടെ ഓഫീസ് ഉൾപ്പെടെ ഉപരോധിക്കുമെന്ന് ഈ വരും ദിവസങ്ങളിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ. സോമൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തി പൊളിച്ചു നീക്കി. 2023-2024 സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചു. 19,584 സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം, ഇരുനില കെട്ടിടം കെട്ടിപ്പൊക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. എം.എൽ.എ. അത് ഏറ്റുപറഞ്ഞു. 2024-25 അവസാനിക്കാൻ ഇനി 5 മാസം അവശേഷിക്കുമ്പോ എവിടെയാണ് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് എവിടെയെന്ന ചോദ്യമാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. ഇത്രയും വലിയൊരു കെട്ടിട സമുച്ചയം കെട്ടിപ്പൊക്കാൻ എത്ര കാലം എടുക്കും കെ.എസ്.ആർ.ടി.സിക്ക്? ഞാൻ വരുന്നത് ഹരിപ്പാട് നിന്നാണ്. പ്രിയമുള്ളവരെ, 8 കോടി രൂപ മുടക്കി കെട്ടിപ്പൊക്കിയ ആ കൽക്കൂടാരം ഇന്ന് കാണുന്ന രൂപത്തിൽ എടുക്കാൻ വേണ്ടി 4.5 വർഷം എടുത്തു. അത് തുറന്നു കൊടുക്കാൻ പിന്നെയും 11 മാസം എടുത്തു. ജനങ്ങൾക്ക് ഗുണകരമായി ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി അതുവഴി വരുമ്പോ ഹരിപ്പാട് കെ.എസ്.ആർ.ടി.സി ടെർമിനലിന്റെ ഹരി മാത്രമേ ഉള്ളൂ, PAD പാട് ഇല്ല. കായംകുളത്ത് എന്നീ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കും. ബഹുമാനപ്പെട്ട എം.എൽ.എ. ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടി തയ്യാറാവണം. പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല. കായംകുളത്തുകാർക്ക് ആവശ്യം ബസ് സ്റ്റാൻഡാണ്. കായംകുളത്തുകാർക്ക് ആവശ്യം ഒരു കാത്തിരിപ്പ് കേന്ദ്രം കെ.എസ്.ആർ.ടി.സിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. കായംകുളത്തുകാർക്ക് ആവശ്യം ഇവിടുത്തെ ശൗചാലയം ശുചിത്വമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെ ശൗചകർമ്മങ്ങൾക്ക് പോകുന്ന ആളുകൾ പകർച്ചവ്യാധി പിടിപെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇവിടേക്ക് രാത്രിയിൽ ബസ് കാത്തു വന്നാൽ ഇവിടെ സുരക്ഷിതത്വമില്ല. ഞാൻ ഒരു പൊതുഗതാഗത മേഖലയിൽ യാത്ര ചെയ്യുന്നയാളാണ്. കെ.എസ്.ആർ.ടി.സിയും ട്രെയിനും തിരുവനന്തപുരത്ത് നിന്ന് 8:55 അവസാനത്തെ ട്രെയിൻ ഈ ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ്, സംസ്ഥാന കൌൺസിൽ അംഗമായ പാലമറ്റത്ത് വിജയകുമാർ, പാറയിൽ രാധാകൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമ്പക്കാട്, ബിബിൻ രാജ്, ജില്ലാ ഭാരവാഹികളായ രമേശ് കൊച്ചുമുറി, സുനിത രാജ്, രാജശ്രീ കമ്മത്ത്, മണ്ഡലം ഭാരവാഹികളായ ആർ രാജേഷ്, സ്റ്റാലിൻ, ഓമന അനിൽ, ശ്രീലക്ഷ്മി, കെ പ്രസാദ്, ഷീല പ്രസാദ്, ബിന്ദു സുഭാഷ്, ഉണ്ണികൃഷ്ണൻ കാക്കനാട്, സരസ്വതി രമേശ്, സുരേഷ് ആലക്കൽ, അഖിൽ ബാല, അഭിലാഷ് പമ്പ, അരുൺ ദേവികുളങ്ങര, ബിനു സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.